കേസിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ജ്യോതി കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖ മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ജ്യോതി ഉൾപ്പെടെ 41 പേരാണ് ടൂറിസം വകുപ്പിന്റെ സമൂഹ മാധ്യമ പ്രൊമോഷനിൽ പങ്കെടുത്തത്. എന്നാൽ ഇതിൽ ഉയരുന്ന സുപ്രധാനമായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ആപത്തായ അതിഥി തന്നെയാണ് ജ്യോതി മൽഹോത്ര ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച്. ഇത്തരം വ്ളോഗർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം അത് എന്തൊക്കെയാണ്? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വ്ളോഗർമാരെ കേരളത്തിലേക്ക് സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. 2, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ഷെയറുകളും മാത്രം നോക്കിയാണോ ഇത്തരത്തിൽ വ്ളോഗർമാരെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്ളോഗർമാരെ തെരഞ്ഞെടുക്കുന്നു, അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഏജൻസിക്ക് മാത്രമാണോ? സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തവും ഇല്ലേ? 4, ഈ പുതിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വ്ളോഗർമാരെ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ ഇനി എന്ത് മാറ്റം കൊണ്ടുവരാനാണ് നമുക്ക് സാധിക്കുക എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ വാർത്തയ്ക്ക് പിന്നാലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിരുന്നു. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വ്ളോഗർ ജ്യോതി മൽഹോത്രയെ ടൂറിസം പ്രൊമോഷന് കൊണ്ടുവന്നതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ചാരപ്രവർത്തി ചെയ്യുന്ന ആൾ എന്നറിഞ്ഞിട്ടല്ല കൊണ്ടുവന്നത്. മാധ്യമങ്ങൾ വിഷയം കൈകാര്യം ചെയ്തത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്നും മന്ത്രി വിമർശിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ ഇതിലൊക്കെ എന്താന്ന്. ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത്, ഒരു തരത്തിലുള്ള ഭയവും ഇത്തരം പ്രചരണത്തിലില്ല. ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ്. കാരണം ജനം ഞങ്ങളുടെ കൂടെയുണ്ട്. ജനം അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ വേണം. അത് കർശനമായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് ഈ വിഷയത്തിലുള്ള ഇതിനൊരു സമഗ്ര ചിത്രത്തിലേക്ക് പോയാൽ, അതായത് സംസ്ഥാന സർക്കാർ പറയുന്നത് 8 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ വ്ളോഗേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. അതായത് യൂട്യൂബിലെ റീച്ച്, ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം, അവതരണത്തിലെ ആകർഷണീയത, ഇങ്ങനെ 8ഓളം കാര്യങ്ങൾ പരിഗണിച്ചാണ് നിലവിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷനായി ആളുകളെ തെരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് പറയുന്നത്. ഒപ്പം ഇവർ കേരള ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവരാണോ എന്നും പരിശോധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ കളങ്കിത വ്യക്തിത്വങ്ങളാണോ? ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇവർക്ക് സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടോ? ഇക്കാര്യങ്ങൾ കൂടി ഭാവിയിൽ പരിഗണിക്കേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും, ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്രയെ പോലെ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ അത് സർക്കാരിന് മറുപടി പറയേണ്ട ഒരു വിഷയമായി വരും. നോക്കൂ, ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ ഈ വിഷയം BJP വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വന്ന പകലാണിത്. വിഷയത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ഗുരുതര സ്വഭാവമുള്ള കേസിലാണ് ജ്യോതി ഉൾപ്പെട്ടിരിക്കുന്നത്. ജ്യോതിയുടെ ട്രാവൽ വിത്ത് ജോ എന്ന ചാനലിൽ ഏതാണ്ട് 500-നടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ പലതും കൂടുതലും പാകിസ്ഥാനിലെയാണ്. ഇവർക്ക് പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ ചാര സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന തെളിവുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കേസൊക്കെ വരുന്നതിന് മുൻപാണ് ജ്യോതി കേരളത്തിലേക്ക് എത്തിയത്. പക്ഷെ കേന്ദ്ര ഏജൻസികളുടെ അടക്കം നിരീക്ഷണ പട്ടികയിൽ ജ്യോതി ഉണ്ടായിരുന്നുവെന്ന വിവരം വരുന്നുണ്ട്. സർക്കാർ അതിഥികളല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നെങ്കിലും നമ്മൾ ക്ഷണിച്ച് അവരുടെ ചെലവടക്കം നമ്മൾ വഹിച്ചാണ് അവരെ കൊണ്ടുവരുന്നത്. ഇന്ന് മിക്ക ജോലിക്കും സുരക്ഷാ ക്ലിയറൻസ് ഒക്കെ നിർബന്ധമാക്കാറുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഇനി സുരക്ഷാ ക്ലിയറൻസ് ഒരുപക്ഷെ നിർബന്ധമാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്.